നമസ്കാരം. ഇന്ന് കുറച്ച് ഇലയട ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇലയട ഉണ്ടാക്കാൻ സാധാരണ പ്ലാവിൻ്റെ ഇലയാണ് ഉപയോഗിക്കുക. നല്ല പച്ചരി നൈസായി അരക്കുകയും കൂടുതൽ വെള്ളമില്ലാത്ത രീതിയിൽ അതിനെ മാവ് രൂപത്തിൽ എടുക്കുക. അതിനുശേഷം ഇലയിൽ അഥവാ പ്ലാവിൻ്റെ ഇലയിൽ വെച്ച് അതിനെ പരത്തി എടുക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം. ഇതാണ് അതിൻ്റെ മാവ്. ഇതിങ്ങനെ കുറേശ്ശെ എടുക്കുക. അതിനുശേഷം ഇലയിൽ വെച്ച് പരത്തി അതിനെ എടുക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ അത് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഒഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വെള്ളം കൂടുതൽ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇലയടയുടെ അഥവാ വത്സൻ്റെ നടുവിൽ വെക്കാനുള്ള സാധനം. ഇത് തേങ്ങ ചക്ക വരട്ടി മുമ്പ് വെച്ചതുണ്ടായിരുന്നു. അത് കുറച്ച് അവൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ചുക്കുപൊടി, ഏലക്കായ്പ്പൊടി, ലേശം കുരുമുളക് പൊടിയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റോടുകൂടി കഴിക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ഇത് ചേർക്കും. എന്നിട്ട് അതിനെ മടക്കും. ആ മടക്കിലാണ് നമ്മൾ പിന്നീട് ആവിയിൽ വേവിക്കുന്നത്. അടയുണ്ടാക്കുന്നതിന് വേണ്ടി ആവിക്ക് നമ്മൾ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നല്ലത്. ഓരോന്നും ഇതേപോലെ വെച്ച് കൊടുത്താൽ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ഇലയട കുട്ടികൾക്കും വലിയവർക്കും വൈകിട്ട് ചായക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. നടുക്ക് ഒരു ചിരട്ട വെച്ച് അതിനോടുകൂടി ഇതിങ്ങനെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു ഔഷധ ഗുണമുള്ള അടയായിട്ടും മാറും. കാരണം ചിരട്ട ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ നല്ല വെന്ത് പാകം വന്ന് കഴിക്കാൻ റെഡിയായിട്ടുള്ള അടയാണ് ഇത്. അട അല്ലെങ്കിൽ വത്സൻ എന്ന പേരോട് കൂടിയിട്ട് അറിയപ്പെടുന്ന ഒരു ഭക്ഷണ പദാർത്ഥം. അപ്പോൾ കഴിക്കാനുള്ള അട റെഡിയായി. 3 രീതിയിലുള്ള അടകളാണ് ആക്കിയിരിക്കുന്നത്. ഇത് സാധാരണ ഷുഗറുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളിൽ ഒന്നും വെക്കാത്തതാണ്. ഇത് അവൽ, കുറച്ച് തേങ്ങ, പഞ്ചസാര, വെല്ലം ഒക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു അടയാണ്. അപ്പോൾ സാധാരണ നമുക്ക് ഹോട്ടലിലെല്ലാം കിട്ടുന്ന അടകൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, അവലട. പിന്നീട് ഇത് നേരത്തെ പറഞ്ഞ പോലെ ചക്ക വരട്ടി വെച്ചതിന് നമ്മൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അടകളെല്ലാം റെഡിയായി. അങ്ങനെ അടകൾ കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചു. സമയം 4 മണി, ചായ കുടിക്കാനുള്ള സമയം. ഇപ്പോൾ ഇത് അടയിൽ തേങ്ങ, അവൽ, പഴം, പഞ്ചസാര ഇതൊക്കെ കൂട്ടി ചേർത്ത് കുഴച്ച് ഉണ്ടാക്കിയ അട. അതുപോലെ ഇത് ഒന്നുമില്ലാതെ എന്നെപ്പോലെ ഷുഗറുള്ളവർക്കതും കഴിക്കാൻ പറ്റുന്ന മധുരമില്ലാത്ത അട. പിന്നീട് അടുത്തതാണ് ചക്ക വരട്ടിയതും വെല്ലമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ചക്കയട. നല്ല ടേസ്റ്റുണ്ട്, എല്ലാവർക്കും കഴിക്കാവുന്നതാണ്.